ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പാരൻസിന് കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താം. STD1 ഒന്നാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉദ്ഗ്രഥിതം ഒന്നാം ദിവസം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നെക്സ്റ്റ് ടൈമിൻ്റെ തേർഡ് ടൈമിൻ്റെ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രവർത്തനം മധുരിമയുടെ ചിത്രപുസ്തകമാണ്. മധുരിമ എന്ന് പറയുന്നത് പലഹാരം ഉണ്ടാക്കി വിൽക്കുന്ന ഗണേശൻ്റെ മകളാണ്. അവൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിൽ നിങ്ങൾക്കുള്ളതുപോലെ ഒരു ചിത്രപുസ്തകം മധുരിമയ്ക്കുമുണ്ട്. മനോഹരമായ ഒരു ചിത്രപുസ്തകം. മധുരിമയുടെ ചിത്രപുസ്തകത്തിലെ ഒരു ചിത്രമാണിത്. ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. തത്ത എവിടേക്കാണ് പറന്നു പോകുന്നത്, ചുണ്ടിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിറം നൽകി മനോഹരമാക്കൂ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മധുരിമയുടെ ചിത്രപുസ്തകത്തിലെ ചിത്രം നിങ്ങൾ നല്ലതുപോലെ മനോഹരമാക്കൂ, നിറം നൽകി മനോഹരമാക്കൂ എന്നതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം തത്തമ്മയും മക്കളും. വായിക്കാം. വായിച്ച ശേഷം കണ്ടെത്തി എഴുതാം. വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മത്തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിർ, കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു, കീ കീ കീ. ഇതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ആരാണ് പറന്നു വന്നത് എന്ന ചോദ്യമുണ്ട്. ആരാ പറന്നു വന്നേ? അമ്മത്തത്ത. അമ്മത്തത്ത എന്താണ് കൊണ്ടുവന്നത്? നെൽക്കതിർ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? കീ കീ കീ. തത്തക്കുഞ്ഞുങ്ങൾ കരഞ്ഞത് എന്തിനായിരുന്നു? അമ്മയെ കണ്ടാണ് കുഞ്ഞുങ്ങൾ കരഞ്ഞത്. ത വരുന്ന വാക്കുകൾ എഴുതാനായിരുന്നു. തത്ത, പത്തായം, ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാനായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം കൂട്ടുകാരുടെ വിശേഷങ്ങൾ ശരിയായി വരച്ചു ചേർക്കൂ. ഞാൻ ആന. ആന എന്താണ്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. കാട്ടിൽ ജീവിക്കുന്നു. ഞാൻ പൂച്ച. വീട്ടിൽ വളർത്തുന്നു. മീൻ തിന്നുന്നു. ഞാനാണ് പശു. പുല്ല് തിന്നുന്നു. പാലു തരുന്നു. ഇങ്ങനെ ടീച്ചർ വായിച്ചു കൊടുക്കും. വായിച്ചു തരുമ്പോൾ അത് ശരിയായി വരച്ച് ചേർക്കാനുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം അനുമോദന റാലിയാണ്. പടം വരച്ചു ചേർക്കാം. അനുമോദന റാലി എന്ന് പറഞ്ഞാൽ തത്തക്കുഞ്ഞിന് എല്ലായിടവും കാണാൻ ആഗ്രഹം. അമ്മത്തത്ത തൻ്റെ കൂട്ടുകാരായ മണിപ്രാവിനോടും കുഞ്ഞിക്കാക്കയോടും തത്തക്കുഞ്ഞിൻ്റെ ആഗ്രഹം പറഞ്ഞു. അവർ സന്തോഷത്തോടെ സമ്മതിച്ചു. തത്തക്കുഞ്ഞ് അവരോടൊപ്പം കാഴ്ച കാണാനായി പോയി. ചെണ്ടകൊട്ടിൻ്റെയും പീപ്പി വിളിയുടെയും ശബ്ദം കേൾക്കുന്നു. എന്താണത്? തത്തക്കുഞ്ഞിന് അറിയാൻ ആഗ്രഹം. അടുത്ത് കണ്ട ആടിനോട് തത്തക്കുഞ്ഞ് ചോദിച്ചു ആടെന്തായിരിക്കും പറഞ്ഞത്? അവർ ആടിനോടൊപ്പം അവിടേക്ക് പോയി. തത്തക്കുഞ്ഞ് കണ്ടതെന്തൊക്കെയായിരിക്കും? ഇതാണ് അടുത്ത പ്രവർത്തനം. പടം കണ്ടുവല്ലോ. ഇതിൽ എന്താണ് കാണുന്നത് എന്നുള്ളത് കുട്ടി എഴുതണം. തോരണം കാണുന്നുണ്ട്, മുത്തുക്കുട കാണുന്നുണ്ട്, പുലിക്കളി കാണുന്നുണ്ട്, ചെണ്ടകൊട്ട് കാണുന്നുണ്ട്, പലഹാരം വിതരണം ചെയ്യുന്നു, ഘോഷയാത്ര നടക്കുന്നു. ഇത് കുട്ടി എന്താണോ മനസ്സിലാക്കിയത് ആ കാര്യം ഇത് പഠിക്കാനുണ്ട്. അതാണ് ഒരുമയുടെ ആഘോഷം. അതിൽ പഠിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് എന്തൊക്കെയാണോ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നാലാമത്തെ പ്രവർത്തനം. അടുത്തത് ലാസ്റ്റ് വൺ, കൗണ്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് റൈറ്റ്. എത്ര ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതാനുണ്ട്. ഇവിടെ ആരൊക്കെയുണ്ട്? ക്രോ, ഡോ,
അതുപോലെ ആരുണ്ട്? ആടുണ്ട്. തത്തക്കുഞ്ഞ് ആരുടെ കൂടെയൊക്കെ പോയെന്ന് മനസ്സിലായല്ലോ. കുഞ്ഞിക്കാക്കയുണ്ടായിരുന്നു, മണിപ്രാവ് ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു. ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദെയർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്? ഏറ്റവും വലിയ ഗ്രൂപ്പിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ട്? അത് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതണം. ഇനി ഏറ്റവും കൂടുതൽ എത്രയാണ്, അത് ആരുടെയാണ് എന്നിവിടെ എഴുതണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഗ്രേപ്സ് എത്രയുണ്ട് നമുക്കറിയാം. 1 2 3 4 5 6 7 8 9 10 11 12. ചെറി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Banana 1 2 3 4 5 6. How many fruits are in the biggest group? ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഇവിടെ എഴുതുക. സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതുക. 6 12 15 അത് എഴുതുക. സ്മോളസ്റ്റ് നമ്പറിൽ നിന്നും ലാർജസ്റ്റ് നമ്പറിലേക്ക്. ഇതായിരുന്നു 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.